ഹലോ നമസ്കാരം. ഒരു ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് എണ്ണ വ്യാപാരം നിലച്ചാൽ എന്ത് സംഭവിക്കും? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇറാനിൻ്റെ ഹോർമസ് കടലിടുക്ക്. ലോകത്തിൽ തന്നെ അതിതന്ത്രപരമായിട്ടുള്ള ഒരു കടലിടുക്കാണ് ഹോർമസ് കടലിടുക്ക്. ചരിത്രപരമായിട്ട് വളരെയധികം സവിശേഷതയുണ്ട് ഈ കടലിടുക്കിന്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്നതെല്ലാം ഈ കടലിടുക്കാണ്. പറയാം, ഇറാനും ഇസ്രായേലുമുള്ള സംഘർഷം ഓരോ ദിവസവും സംഘർഷം കൂടിക്കൂടി വരികയാണ്. അമേരിക്കയും കൂടി ഇറാനിനെ ആക്രമിച്ചതോടെ സംഭവം അതീവ ഗുരുതരമാവാൻ തുടങ്ങുകയും ചെയ്തു. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം അമേരിക്ക ആക്രമിച്ചതോടെ ഇറാൻ ചില നിയന്ത്രണങ്ങൾ വരുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോർമസ് കടലിടുക്ക് അടക്കാൻ അവർ തീരുമാനിക്കുന്നത്. ഇതിന് ഇറാനിൻ്റെ പാർലമെൻറ്റ് ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഈ കടലിടുക്ക് അടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ആഗോളപരമായിട്ട് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് നോക്കാം. നമുക്കറിയാം, ഇറാൻ, ഇസ്രായേൽ, പിന്നെ അതുപോലെ തന്നെ കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വൻതോതിലുള്ള എണ്ണ വ്യാപാരം പുറം രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഏക വഴി ഈ പോർട്ട് വഴിയാണ്. അപ്പോൾ ഈ പോർട്ട് അടക്കുന്നതോടെ അവരുടെ എണ്ണ വ്യാപാരത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇന്ത്യയുടെ കാര്യം എടുത്ത് പരിശോധിക്കണേ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യം തന്നെ ഉണ്ടാകുന്നത് എണ്ണയുടെ വിലയാണ്. എണ്ണയുടെ വിലയിൽ വലിയ കുതിപ്പായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ വാല്യൂയിൽ വലിയ വില കൂടാൻ തന്നെ വലിയ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ കടലിടുക്കടച്ചാൽ ഉണ്ടാവാൻ പോകുന്നത്.